സാരി ഉടുക്കുന്നത് പലതരം പല വെറൈറ്റികളാണ്. പലരും പല രീതിയിലാണ് സാരി ഉടുക്കുന്നത് അല്ലേ. അതായത് ഒരുപാട് ടൈം എടുത്ത് സാരി ഉടുക്കുന്നവരുണ്ട്, സിമ്പിളായിട്ട് ഉടുക്കുന്നവരുണ്ട്, വാരി വലിച്ചു കൊടുക്കുന്നവരുണ്ട്, പെട്ടെന്ന് ഗുണമെന്നൊക്കെ ഉടുത്തിട്ട് പോകുന്നവരുണ്ട്. അമ്മമാരുടെ സാരി ഉടുപ്പ് വേറെ, അമ്മൂമ്മമാരുടെ സാരി ഉടുപ്പ് വേറെ, ചെറുപ്പക്കാരുടെ സാരി ഉടുപ്പ് വേറെ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് സാരികൾ ഉടുക്കുന്നത്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് സാരി ഉടുത്തതെന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി റിസ്ക് എടുത്താണ് സാരി ഉടുത്ത് വെച്ചിരിക്കുന്നത്. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ സാരി ഉടുത്തിട്ടുണ്ട്. അപ്പോൾ സാരി നമ്മൾ ഉടുത്തിട്ട് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ആരും ഉടുത്തത്തില്ല, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ മോഡലൊക്കെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഞുറി എടുത്തിട്ട് ഇവിടെ ഞുറി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒറ്റ പ്ലേറ്റാണ് നമ്മൾ ഇടുന്നത്. ഫസ്റ്റ് നമ്മൾ ഒറ്റ പ്ലേറ്റാണ് ഇടുന്നത്. അതിനുശേഷം കുറച്ച് ഞുറി എടുത്തിട്ട് ഇവിടെ ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലൗസിലൂടെ ചേർത്താണ് നമ്മൾ പിന്ന് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ 2 കൈയിൻ്റെ ബ്ലൗസും പുറത്ത് കാണത്തക്ക രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സാരി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഈ ഒരു തട്ട് വേണ്ട, ബാക്കിലിടുന്ന ഈ പ്ലേറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡാൻസ് കളിക്കുമ്പോഴും നമുക്ക് ജസ്റ്റ് നമ്മളൊരു പ്രോഗ്രാമിൽ പോയി പെട്ടെന്ന് നമുക്കൊരു ഡാൻസ് കളിക്കാൻ ആരെങ്കിലും പറഞ്ഞ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കിൽ കിടക്കുന്ന തുഞ്ചലം ബുദ്ധിമുട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഞുറിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ പ്ലേറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേളത്തെ പ്ലേറ്റ് എടുക്കരുത്, ഈ താഴത്തെ പ്ലേറ്റ് എടുത്തിട്ട് ബാക്കിൽ പിടിക്കണം. ബാക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ബാക്ക് കണ്ടോ, ബാക്ക് ഓപ്ഷൻ കണ്ടോ, അതൊക്കെ സിമ്പിളായിട്ട് വന്നു. ഒരു വൃത്തികേടില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നങ്ങ് നോക്കും. സിമ്പിളായിട്ട് ഇവിടെ പിന്ന് കൊടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശരിയാണ്, പിന്നെ എടുത്തിട്ടില്ല എന്നല്ല, പിന്നതേ എടുത്തിട്ടുണ്ട്. കൊടുക്കാൻ പോവാണ്. പിന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കും പിന്നെ അടിപൊളിയായിട്ടുണ്ടാവും. ബാക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ട് നമുക്കിപ്പോൾ കൈ ഇങ്ങനെ എടുക്കാം, കാലിങ്ങനെ എടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു മോഡലായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഡാൻസ് കളിക്കാം, ഒക്കത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ നല്ല സേഫ്റ്റി ആയിട്ട് 2 പിന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു 3 പിന്നോ ഒക്കെ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ യാത്ര പോകാനും ഒക്കെ ഫ്രീ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത് ഒരു അടിപൊളി വെറൈറ്റിയാണ്. അപ്പം നമുക്ക് ഇനി നമ്മൾ കളിക്കാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഞുറി എടുത്തുകൂടെ വച്ചിരിക്കുകയാണ്. ഈ ഞുറി വേണ്ടാത്തവർക്ക് നമുക്ക് ഈ ഞുറി അങ്ങ് വേണ്ട. എന്ന് വയ്ക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കാം. ഇപ്പം പ്ലേറ്റ് ഒറ്റ പ്ലേറ്റ് കൊടുക്കാം. ഒറ്റ പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് ഇങ്ങനെ ആയിട്ട് എന്ത് ഭംഗിയാണെന്ന് പറയാം. ഈ സാരി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സാരി ഉള്ളതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഒരു സാരിയാണിത്. ഇതെൻ്റെ ജീവനാണ്. ഈ കളറെന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അത്ര മനോഹരമാണ് ഈ സാരി. ഉടുക്കാനും സുഖമാണ്. ഷിഫോണിൻ്റെ സാരിയാണ്. വളരെ അങ്ങനെ റേറ്റ് കൂടുതലൊന്നുമില്ല, മീഡിയം റേറ്റ് തന്നെയാണ്. എങ്കിലും ഒത്തിരി വർഷമായി എൻ്റെ കയ്യിൽ വന്നിട്ട്, എന്നിട്ടും ഇതിന്നും പൂപോലെ സൂക്ഷിക്കുന്ന ഒരു സാരിയാണ്. സാരികളിൽ ഒന്നാണ്. ഒത്തിരി സാരികളുണ്ട്, അതിലൊന്നാണ്. കോടി സാരികളൊന്നുമില്ല. 5 എണ്ണം കിട്ടുമ്പോൾ 3 എണ്ണം ഒരാൾക്ക് കൊടുക്കും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പോൾ അതിലൊന്നാണ്. അപ്പോൾ ഈ സാരി ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ടപ്പോഴുണ്ട്, അതിനൊരു ഭംഗി കിട്ടണം. ഇത് രസമാണ് നോക്കിയേ കാണാൻ. നല്ല മുളക് കളർ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ജോലിയായിരിക്കും. നല്ല സിമ്പിളായിട്ട് ഇതിങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതിവിടെ പിന്നെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ നമ്മൾ ഇടുമല്ലോ. ഇവിടെ ഒരു മുടിച്ചു പോലൊരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ബാക്കിലേക്ക് ഇങ്ങനെ ബാക്കിലിട്ട് അത്ര ഒരു ഇത്
പലതരം മാത്രമേ ഉള്ളൂ. ബാക്കിലേക്ക് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് നൈസായിട്ട് എടുത്തു കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ്. സിമ്പിൾ. ഇത് നമുക്ക് ചെയ്യേണ്ടത് കണ്ടോ, അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകും. സിമ്പിൾ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോഡലായിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ സാരിയിൽ പലതരം വെറൈറ്റികൾ ഉണ്ടെന്നുള്ളതാണ്. മോഡലല്ല കേട്ടോ, ഉടുക്കുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് സാരി ഉടുക്കുന്നത് അല്ലേ. പിന്നെ വേറൊരു വെറൈറ്റി സാരി ഉടുക്കുന്നതുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മളെപ്പോഴും ഡ്രസ്സുകൾ ഇടുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നമ്മൾ സാരി ഉടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നമ്മൾ സാരി ഉടുത്താൽ അത് ഭയങ്കര ഭംഗി തന്നെയാണല്ലേ. ഇപ്പോൾ നിങ്ങൾ കെട്ടി വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ പിന്ന് വേണമെങ്കിൽ പിന്ന് വെക്കാം. ഞാനിപ്പോൾ പിന്നാണ് വെക്കുന്നത്. പിന്ന് വെക്കുകയാണ്. പിന്ന് എന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് മുറിയെടുക്കും. അപ്പോൾ മാല ഇങ്ങനെ കിടക്കണമെന്നൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറച്ച് മുറിയെടുത്തിട്ട് നമ്മൾ ഈ ബ്ലൗസിലേക്ക് കൊടുക്കും. നമ്മൾ ഇട്ടിരിക്കുന്ന ബ്ലൗസിൽ കൊടുക്കും. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് അല്ലേ. ബാക്ക് നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ഒരു പിന്ന് കൊടുക്കണം. കണ്ടോ ഇവിടെ. അപ്പം നമ്മുടെ വയറോ ഒന്നും കാണത്തില്ല. നമ്മളിവിടെ കൊണ്ടുവന്ന് പിന്നെ കൊടുത്തു. പിന്നെ വരുന്ന ചോദ്യം ഇവിടെ നമ്മൾ ഈ മറയ്ക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ യഥാർത്ഥ ഒരു ഇത് മറാഠികൾ അല്ലെങ്കിൽ ഒരു വെറൈറ്റി സാരി കൊടുക്കുന്ന സംഭവം. മറാഠികൾ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒറ്റ പ്ലേറ്റ് ഇവിടെ പിടിക്കുക. പിടിച്ചിട്ട് ഇവിടെ നമുക്കൊരു പിന്ന് കൊടുക്കാം. ഒരുപാടങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊടുക്കാം. ഓക്കെ. ഇനി ഈ ഒരു തട്ട് എപ്പോഴും നമ്മൾ കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിടവും കാണാത്തതുമില്ല. നമുക്ക് കൈയും പൊക്കാം, എല്ലാം ചെയ്യാം. കാല് അകത്താം, എല്ലാം ചെയ്യാം. ഒരു കുഴപ്പമില്ല. നമുക്ക് സിമ്പിളായിട്ട് നടന്നും പോകാം. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ. ഇതാണ് വേറൊരു വെറൈറ്റി. ഇതിലൊരു ഞുറിയും കൂടെ
നമുക്ക് എടുക്കാം. അത് എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഞൊറിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവും. ടൈറ്റ് ചെയ്ത് കൊച്ചു കൊച്ചു ഞൊറികൾ എടുത്തു കഴിഞ്ഞാൽ നാല് കിടക്കുന്നുണ്ടാണ് ബുദ്ധിമുട്ട്. പിന്നെ തൽക്കാലം ഫ്രണ്ടിൽ കൊടുക്കാം. എപ്പോഴും പിന്നെ അകത്ത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കാണാത്ത രീതിയിൽ വേണം പിന്നെ കൊടുക്കാൻ. ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മറാഠികളുടെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് ഞാനാണ് കണ്ടുപിടിച്ചത്. മറാഠികൾ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഞാനങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടുപിടിച്ച 2-3 വെറൈറ്റികളുണ്ട്. ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം അത് ഒരുപാട് ആൾക്കാർ പുതിയതായിട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വെറൈറ്റി ഞാൻ കണ്ടുപിടിച്ചതാണ്. നമുക്കിങ്ങനെ വേണമെങ്കിലും സാരി ഉടുക്കാം. കണ്ടില്ലേ, ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ സാരി ഉടുക്കുന്നതിൽ ഉടുക്കുക. ഈ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ മാത്രമുണ്ട്. നമുക്കിഷ്ടമുള്ള മോഡലിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാനാണ്. അതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സെറ്റാണ്. ഉടുക്കാൻ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സാരി ഉടുക്കുന്നത് പലതരം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സാരി ഉടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും